കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം. ദിവ്യകാരുണ്യത്തെ ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണർന്നാത്ത കാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അഴിയാത്ത ബന്ധനമില്ല. ആരാധിച്ചിടാം, ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം. ദിവ്യകാരുണ്യത്തെ
Praise the Lord. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് നമുക്ക് ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കാൻ ഏറ്റവും നല്ല എളുപ്പ വഴിയെന്ന് പറയണത് നമ്മൾക്ക് നമ്മുടെ വിഷയത്തോട് എന്തുമാത്രം ആശ്രയമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിഷയം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത്രയും നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയങ്ങളെക്കുറിച്ചും ആഗ്രഹപ്പെടണം. അപ്പം നിങ്ങൾ ദൈവസ്നേഹം ഉണ്ടെന്ന് ദൈവത്തിന് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗത്തിൻ്റെ നിത്യമായ ലക്ഷ്യം എന്താണ്? ദൈവമാണ്. ദൈവത്തിൽ അഭിമാനിക്കുമ്പോഴാണ് ഇപ്പം നിങ്ങൾക്ക് അത് തോന്നണ വാസ്തവത്തിൽ നിങ്ങളുടെ സ്ഥാവര ജംഗ വസ്തുക്കൾ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അടിച്ചു മാറ്റുന്ന പരിപാടികളാണ് പലപ്പോഴും നിങ്ങൾ അഭിമാനമായിട്ട് പറയണത്. നത്തിങ്. ദൈവം തന്നെയാണ് നമ്മുടെ അഭിമാനത്തിൻ്റെ ആസ്തി എന്ന് പറയണത്. അത് അങ്ങനെ ദൈവം തന്നെ ഒരു വ്യക്തിക്ക് അഭിമാനത്തിൻ്റെ ആസ്തിയായി മാറുമ്പോൾ, അടിസ്ഥാനമായി മാറുമ്പോൾ, നമ്മുടെ ആത്മാവിനെ വളരെ നല്ല മൂല്യവത്താകുന്നതുകൊണ്ട് ദൈവം അതിനെ അസൂയയോടെ അഭിലഷിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഈ സ്പാർക്ക് ശരിക്കും ഒരു സൂര്യനായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. നിങ്ങളുടെ ഉടമ്പടി പുതുക്കുന്ന അനുസരിച്ചുകൊണ്ട് സ്പാർക്ക് കൂടിക്കൂടി ഒരു സൂര്യനെ പോലെ ആയിരിക്കണം. സ്പാർക്ക് ടു സൺ. ഉടമ്പടി എങ്ങോട്ടാണ് പുതുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പാർക്കിൽ നിന്ന് ഒരു സണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു സ്പാർക്കിൽ നിന്ന്, ഒരു പൊരിയിൽ നിന്ന് ഒരു സൂര്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം ആത്മീയ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആവും. അപ്പം അതുകൊണ്ട് ഈ വിഷയം ക്രമീകരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ വിഷയം ക്രമീകരിക്കുന്നതിൽ ശ്രദ്ധിക്കണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം കൂടിയാൽ, ഇപ്പം നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ ആ സന്തോഷം വിശ്വാസം കൂടിയാൽ ഉണ്ടാകുന്നുണ്ടോ? അതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ള ആൾക്കാർക്ക് വിശ്വാസം കൂടിയാൽ ഉടനെ സന്തോഷം ഉണ്ടാകും. അതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷിച്ചുകൊണ്ട് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:34. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. അതാണ് വിശ്വാസം തന്നെ ആനന്ദമാണ്. വിശ്വാസം തന്നെ ആനന്ദമാണ്. അതിനാണ് അഭിഷേക അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറയും. അനോയിൻറ്റഡ് നമുക്കൊരു ട്രഡീഷണൽ ഫെയ്ത്താണ് നമുക്കുള്ളത്. ട്രഡീഷണൽ ഫെയ്ത്താണ്. ട്രഡീഷണൽ ഫെയ്ത്ത് അതിന് അപ്ഡേഷൻസ് വരുമ്പോഴാണ് വിശ്വാസം അനോയിൻറ്റഡ് ഫെയ്ത്തായി വരണം. ഇപ്പം നമ്മൾ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, ഓക്കെ, ചിലപ്പോൾ ആനന്ദം ഉണ്ടാകുന്ന നിർബന്ധമില്ല. കാര്യം തന്നെ വിശ്വാസം നമ്മുടെ പേരിൽ, അത് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ വിശ്വാസത്തിലല്ലേ നമ്മൾ ജനിക്കണത്. അപ്പൻ്റെ അമ്മയുടെ വിശ്വാസം ജനിക്കുന്നതുകൊണ്ട് നമ്മൾ ആ വിശ്വാസത്തിൻ്റെ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ആനന്ദം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുണ്ട് ജീവിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെന്നേ വരത്തുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഈ ക്രിസ്ത്യൻസിനും നോൺ ക്രിസ്ത്യൻസിനുമുള്ള സിംഗിൾ ക്വസ്റ്റ്യൻ എന്താണ്? ഹും ഡു യു സേ ദാറ്റ് ഐ ആം? അവിടെ ആ വിഷയത്തിൽ വരുമ്പോൾ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആനുകൂല്യമില്ല. ഒരു ഫേവറബിൾ വിശ്വാസത്തിൽ വളരാനുള്ളൊരു ഫേവറബിൾ സർക്കംസ്റ്റൻസേ ഉള്ളൂ. ആ സർക്കംസ്റ്റൻസ് കൊണ്ട് അവൻ്റെ പേരിൽ അവനത് വെച്ച് വ്യയം ചെയ്ത് അവൻ നേടിയെടുത്ത ഓക്കെയാണ്. നേടിയെടുക്കാത്ത എന്തുമാത്രം ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിക്ക് ഭാര്യയായിട്ട് നടക്കണം എന്തുമാത്രം മനുഷ്യരുണ്ട് ഇല്ലേ? ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ക്രിസ്ത്യൻ സഭയ്ക്ക് ബാധ്യതയായി നടക്കണം, ക്രിസ്ത്യൻ സമൂഹത്തിന് ബാധ്യതയായി നടക്കണം ഒത്തിരി മനുഷ്യരില്ലേ? അപ്പം ജനിക്കണതല്ല പ്രശ്നം. അപ്പോൾ നീ എത്ര സമ്പാദിച്ചു? ഹൂം ഡു യു? കുറേ ചോദ്യങ്ങൾ ബൈബിളിൽ ചോദിക്കും. നീ എത്ര സമ്പാദിച്ചു? 10 നാണയം കൊടുത്തവരുണ്ട്, 5 നാണയം കൊടുത്തവരുണ്ട്, 1 നാണയം കൊടുത്തവരുണ്ട്. യജമാനൻ തിരിച്ചു വരുമ്പോൾ ചോദിക്കണേ, ഓഡിറ്റിംഗ് നടത്തും, നീ എത്ര സമ്പാദിച്ചു? അവന് ഹൂം ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിൻ്റെ അപ്പൻ പറയണമെന്നല്ല ചോദിക്കണത്, നീ പറയണത്. നിൻ്റെ അനുഭവമാണ് പ്രശ്നം. നിൻ്റെ വിശ്വാസത്തിൽ നീ എന്താണ് എന്നെക്കുറിച്ച് പറയണത്?
അതാണ് അപ്ഡേഷൻസ് ഓഫ് ഫെയ്ത്ത്. ഞാൻ ഈ ദിവസങ്ങളൊരു സാക്ഷ്യം കേട്ട്, ആരുടെ സാക്ഷ്യമാണത്, അതായത് നല്ല സാക്ഷിയാണ്. ജെറോമി എന്നും പറഞ്ഞ് ഒരു ചെറുപ്പക്കാരനാണ്, പയ്യൻസാണ്. പക്ഷേ അയാൾ ഒരു IT ഓഫീസറാണ്. ഇപ്പോൾ ജെറോമിയുടെ ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ട് കാണാം. ഇപ്പം തന്നെ 10-62,000 ആൾക്കാർ കണ്ടു കഴിഞ്ഞു. ജെറോമിയുടെ സാക്ഷ്യം എന്ന് പറയണത്, അയാൾ പറയണത് ഉടമ്പടി എന്ന് പറയണത്, അദ്ദേഹം അവസാനം എൻ്റെ കൺക്ലൂഷൻ പറയുന്നുണ്ട്, ട്രാക്കില്ലാത്തവർക്ക് ട്രാക്ക് കൊടുക്കുന്ന പ്രാർത്ഥനയാണെന്ന്. അത് ആദ്യമായിട്ട് ഞാൻ കേൾക്കണത്. ട്രാക്കിലല്ലാതെ ഓടുന്ന ആൾക്കാരില്ലേ, അവരെ ട്രാക്കിലാക്കുന്ന പ്രാർത്ഥനയാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, എല്ലായിടത്തും കിടന്ന് ഓടിയാൽ നമുക്ക് സമ്മാനം കിട്ടത്തില്ലല്ലോ. ട്രാക്കിൽ തെറ്റിച്ചാലും നമുക്ക് സമ്മാനം കിട്ടത്തില്ല. അപ്പം ട്രാക്ക് ഇല്ലാതെ ഓടുന്നവരെ ട്രാക്കിലാക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ, അങ്ങനെ തന്നെ ഞങ്ങൾ ഹെഡിങ് ഇട്ടിരിക്കണം അതിനും. അത് അദ്ദേഹം പറയാൻ കാരണം, പുള്ളി ആ വിഷയം പറയണത്, പുള്ളിക്കൊരു ദൈവാനുഭവം ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ജീവിതത്തിൽ ദൈവം തൊട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി കഴിഞ്ഞ കാലത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങി. പഴയ കാലത്തെക്കുറിച്ച് പുള്ളി പറയുന്നതിലാണ്. അല്ലാതെ പുള്ളിയുടെ ഒരു പ്രസ്താവന എന്താണ്, ഉടമ്പടി ട്രാക്കിൽ നിന്ന് പുറത്തു പോയ ആൾക്കാർ അത് അങ്ങനത്തെ അനുഭവമാണ് അങ്ങനെ പറയണത്. അത് പറയാൻ കാര്യം, അദ്ദേഹം പറഞ്ഞത്, ഞാൻ റിലേ ചെയ്തിരുന്ന മുഴുവൻ മെരിറ്റിലാണ്. വെച്ചാൽ മെരിറ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണ്. അയാളുടെ പ്രൊഫഷന് പറ്റുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അയാൾക്ക് നല്ല വോയിസ് കമാൻഡും ലാംഗ്വേജ് കമാൻഡുണ്ട്. അപ്പോൾ എവിടെ പോയാലും അയാളെ തൊട്ടുമുത്തിക്കൊണ്ടൊക്കെ ജോലി കിട്ടും. അതാണ് അയാളുടെ മെരിറ്റെന്ന് പറയണത്. അപ്പം മെരിറ്റിലിങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന കാരണം പ്രാർത്ഥനയ്ക്ക് അവിടെ വലിയ ഇപ്പോൾ നല്ല മെരിറ്റുള്ള ആൾക്കാർക്ക് അവർ തന്നെത്താൻ ചിന്തിക്കും, ഞാനിവിടം വരെ എത്തിയത് എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ പരിശ്രമം കൊണ്ടാണെന്നൊക്കെ പറയും. ഈ മെരിറ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞാനിപ്പോൾ ഒരു ലക്ഷക്കണക്കിന് മനുഷ്യരെ കൗൺസിൽ ചെയ്തിട്ടില്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു മനുഷ്യൻ്റെ ദുരന്തം അവന് തകർച്ച വരാൻ പോകുന്നു എന്നുള്ളത്, തകർച്ച വാതിക്കലെത്തിയെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? കംപ്ലീറ്റ്ലി ഈ മനുഷ്യൻ കുറച്ച് കഴിയുമ്പോൾ റിലേ ചെയ്യും, സ്വന്തം കഴിവിൽ റിലേ ചെയ്യും. പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്വന്തം കഴിവ് റിലേ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നിനക്ക് നിത്യത അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ, നീ ഇങ്ങനെ ട്രാക്ക് ഔട്ടായി കാണുമ്പോൾ ദൈവം നിന്നെ ട്രാക്കിലേക്ക് കൊണ്ടുവരും. നിത്യത അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നിരീശ്വരന്മാർ ഇവിടെ എന്തെല്ലാം വലിയ റാങ്ക് ഹോൾഡേഴ്സും വലിയ രീതിയിലുള്ള ഫിസിക്കൽ കോൺട്രിബ്യൂഷൻസ് നടക്കണില്ലേ, അപ്പം അത് നടക്കും. പക്ഷേ നിത്യത അസൈൻ ചെയ്താൽ, ഇപ്പം ഞാൻ അമ്മ മാതാവിനെ നേരെ കണ്ട ആളാണ്. അപ്പം എന്താണ് മരണാന്തരം എന്നൊക്കെ എനിക്ക് വ്യക്തമായതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിത്യതയെക്കുറിച്ച് സംസാരിക്കണത്. കാര്യം ഈ ലൈഫ് 70 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യത്തില്ലേ. തന്നെയല്ല, നമ്മളെങ്ങനെ ഈ ലൈഫിനെക്കുറിച്ച് നോക്കി എന്തോ ഒരു കോമഡിയാണെന്ന് നോക്കി. ഇപ്പോൾ നമ്മൾ ബ്യൂട്ടീഷ്യൻ്റെ ഇടയ്ക്ക് ചില ആൾക്കാർ പോവും, ചിലരൊക്കെ വന്ന് ഇവിടെ എന്നെ പ്രാർത്ഥിക്കും, കച്ചവടം പൂട്ടാൻ നേരമായി, അച്ഛാ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയും. ഞാൻ പറയും, നിങ്ങൾ വേറെ ഒരു ജോലി കൂടി കണ്ടുപിടിക്കൂ എന്ന് പറയും. എന്നിട്ട് അവരെ ബ്ലെസ് ചെയ്യും. കാര്യം ഒരു ജോലിയെ തന്നെ ഒരിക്കലും നമ്മൾ ആശ്രയിക്കരുത്. ഇപ്പോൾ ഈ ജോലി നല്ലവണ്ണം തന്നെ ഓടുന്നുണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലൈഫ് മൊത്തം കൊണ്ട് എൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ സെൻസ്. അങ്ങനെ ചെയ്യരുത്. നല്ല ശരിക്കും ഫറിഷ് നിൽക്കുന്ന ഒരു ജോലി ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ ബദലായിട്ട് സമാന്തര മാർഗ്ഗങ്ങൾ തുറക്കണം. അല്ലെങ്കിൽ സമാന്തര മാർഗ്ഗങ്ങൾ തുറക്കാൻ വേണ്ടിയുള്ള ആസ്തി ഭദ്രത ഡിപ്പോസിറ്റിലേക്ക് മാറ്റണം. ഏത് സമയത്താണ് ചീട്ട് കൊട്ടാരം നേരെ കുപ്പുപുത്രം നമുക്കൊരു പിടിയില്ല. കാലദേശങ്ങളിങ്ങനെ മാറുന്നതനുസരിച്ചുകൊണ്ട് ഇതെല്ലാം അഭിരുചികൾ മാറും, താല്പര്യങ്ങൾ മാറും, ആവശ്യങ്ങൾ മാറും. അതനുസരിച്ച് നമ്മുടെ പ്രൊഫഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ പ്രശ്നം വെച്ചാൽ, ഒരു പ്രൊഫഷൻ കിട്ടി അതിൽ മാത്രം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഈ ജെറോമി എന്ന് പറയുന്ന ആളൊരു ITI ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ്. അയാൾ അബുദാബി വർക്ക് ചെയ്യാണ്. വൈഫുണ്ട് അവിടെ, കുടുംബമായിട്ട് സെറ്റ് ചെയ്യുന്നു, അമ്മയുണ്ട് കൂടെ. അവർ വെൽ സെറ്റിൽഡ് എന്ന് പറയുന്ന രീതിയിൽ വെൽ സെറ്റിൽഡാണ്. വെൽ സെറ്റിൽഡായിട്ട് പോകുമ്പോൾ തന്നെ ഈ മനുഷ്യൻ്റെ കുർബാനയൊക്കെ ഒന്നുമില്ല. കുർബാനയ്ക്ക് പോകുന്ന കാര്യം അമ്മ കൂടെ ഉള്ളതുകൊണ്ട് അമ്മ ഓർപ്പിക്കും.
അമ്മ കൂടെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മളെ ഓർപ്പിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു അംബാസഡറാണ് അമ്മയെന്ന് പറഞ്ഞ ആൾ. ദൈവരാജ്യത്തിൻ്റെ നയങ്ങളും നിലപാടുകളും പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? അമ്മ മരിക്കണവരെ അമ്മ തന്നെയാണ്. അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ ചുമതലയാണ് ദൈവകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. കാര്യം മറ്റുള്ളവരെക്കാൾ ജെൻസിനേക്കാൾ കൂടുതൽ വിശ്വാസമുള്ള ആർക്കാണ്? ലേഡീസിനാണ് അല്ലേ? അത് കൃത്യമായ പ്രകൃതിപരമായിട്ട് അങ്ങനെയാണ്. 12 ശിഷ്യന്മാർ കർത്താവിനുണ്ടെങ്കിലും കർത്താവ് കുരിശിൽ മരിക്കുന്ന സമയത്ത് ഒരു പുരുഷനും 4 സ്ത്രീയുമല്ലേ നിൽക്കണത് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം അതാണ് പ്രൊപ്പോർഷൻ. 1:4 പ്രൊപ്പോർഷൻ. 12 ശിഷ്യന്മാർ കർത്താവിനുണ്ടെങ്കിലും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് ആരാണ്? ഒരു പുരുഷനും 4 സ്ത്രീകളും. പ്രാർത്ഥനാ പാടുകളിലും ആ റേഷ്യോ ആണ് ഉണ്ടാകണം എപ്പോഴും. ഒരു 10 പുരുഷന്മാർക്ക് 40 സ്ത്രീകളുണ്ടാകും. കാര്യത്തെ പെട്ടെന്ന് വിശ്വസിക്കാൻ കർത്താവ് നിങ്ങൾക്കാണ് പ്രകൃതി തന്നിരിക്കുന്നത്. പ്രകൃതിപരമായി ദൈവം നല്ല ജനിതകമായ ഒരു സവിശേഷതയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയും. ആണുങ്ങളെ ചില സമയത്ത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി മെരിട്ട് ഉപയോഗിക്കും. ഈ ജെറോമി എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് ഞാൻ മെരിട്ടിലാണ് ജീവിച്ചതെന്ന്. എന്താ കാര്യം? മെരിട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ പരിശ്രമം, ഹാർഡ് വർക്ക്, എൻ്റെ ഉറക്കം നിപ്പ്, അതുകൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ വിജയിച്ചത്. പിന്നെ ദൈവത്തിന് അവിടെ ഓപ്ഷൻസോ പ്രൊവിഷൻസോ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തിന് പള്ളിയിൽ പോകണം? അമ്മ എന്നോട് പറയും, എടാ ഇന്ന് ഞായറാഴ്ചയാണ്, അബുദാബി പള്ളിയുണ്ടല്ലോ, അപ്പോൾ പോകണമെന്ന് പറയുമ്പോൾ ഉടനെ ഇയാളൊരു മുട്ടായിത്തി പറയും. എന്താ? കൊച്ചിന് പാടില്ലല്ല എന്ന് പറയും. ഓക്കെ. അപ്പം അയാൾ പറയുന്നുണ്ട്, അത് ഞാൻ അമ്മയെ പറ്റിക്കാൻ വേണ്ടി പറയണതാണ്, എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണ് ഞാൻ പോകാഞ്ഞതെന്ന്. ഞാൻ അമ്മയെ പറ്റിക്കാൻ വേണ്ടി പറയണതാണ് എന്ന് ഓരോ ദിവസവും ഓരോ മുട്ടായിത്തി പറയും. കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് മുടന്തൻ ന്യായങ്ങളുടെ എണ്ണം കൂടും. അപ്പം ഇങ്ങനെ പതുക്കെ വിട്ടു പോവുകയാണ് ദൈവത്തിലേക്ക്. ഈ ആൾക്ക് നിത്യത അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയകാല വിശ്വാസവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശ്വാസവും എല്ലാം കൊണ്ട് നിങ്ങൾക്ക് നിത്യതയ്ക്ക് നിങ്ങൾ അസൈൻ ചെയ്ത് പോകും. അതിനെ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണവത. ഈ ജ്ഞാനസ്ഥാനമായാലും ഒപ്രിഷമായാലും ഇതെല്ലാം നിത്യതയെ കുർബാന പ്രത്യേകിച്ച് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കൂദാശകൾ 3 കിടക്കുന്നത്. ജ്ഞാനസ്ഥാനം നിത്യതയുടേതാണ്, ഒപ്രിഷമ നിത്യതയുടേതാണ്. അതുപോലെ തന്നെ നിത്യയുടെ ഒപ്രിഷമയാണ് പവർഫുൾ വെച്ചാൽ നിത്യതയുമാണ് അനുദിന ജീവിതത്തിലതുമാണ്. ഒപ്രിഷമയ്ക്കുള്ള ഗുണവതാണ്. പരിശുദ്ധാത്മാവ് നിത്യതയിലും ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത് അനുദിന ജീവിതത്തിലാണ്. നീ എന്താണ് വഴി, നീ നടക്കേണ്ട വഴി, നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഓരോരോ സമയത്തും ദൈവത്തിൻ്റെ വഴികളിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമുക്കൊരു കോൺഷ്യസ് ഉണ്ടായാൽ മാത്രം മതി പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. പിന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻസ് ഉണ്ടാകണം, കോൺഷ്യസ് ഉണ്ടാകണം, ബോധം, പ്രിക്കോഷൻസ് ഉണ്ടാകണം. എന്താണ്? ഒരു മുന്നൊരുക്കം ഉണ്ടാകണം, നമുക്കതിനെക്കുറിച്ച് ജാഗ്രത ഉണ്ടാകണം. അത്ര ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതം ഈസിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം നീ നടക്കേണ്ട വഴി. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ഡെയിലി പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് മങ്ങലേൽപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യാൻ കുറവ്. ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ പോലെയും ചില വണ്ടികൾക്ക് നമ്മൾ ഒരു വർഷം കൂടുമ്പോൾ വണ്ടിയുടെ ഓയിൽ ഒഴിക്കത്തില്ലേ, അതാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയണത്. ഓയിൽ ഒഴിക്കുമ്പോഴാണ് എൻജിൻ സ്മൂത്തായിട്ട് റൺ ചെയ്യത്തുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തേയ്മാനം കൂടും, കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് വീണ് പോകും, പിന്നെ അത് വിൽക്കാനേ പറ്റത്തുള്ളൂ. എൻ്റെ പാർട്സ് ചിലപ്പോൾ പറയും, നമ്മൾ പാർട്സിന് വേണ്ടി ചെല്ലുമ്പോൾ പറയും, അയ്യോ ഇത് ഇപ്പം കമ്പനി ഈ പാർട്സ് ഇറക്കണില്ലെന്ന് പറയും. നിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും, ആ വണ്ടി പോയി. അതാണ് സംഭവം. അത് ഓയിൽ പോയി. അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കാതിരിക്കണം, പിന്നെ നിർവീര്യമാക്കാതിരിക്കണം. അതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് എല്ലാവരും നീ വരൂ, നീ വരൂ ജീവിതം നിന്റെ
കർത്താവേ, സത്യസന്ധമായ ആരാധനയ്ക്ക് അനുയോജ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അടിപ്പിണർ പോലെ വൈദ്യുതാഘാതം പോലെ ദൈവികമായ ശക്തി ഈ ആത്മീയ സമൂഹത്തിലേക്ക് അഭിഷേകമായി നിറയട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, തകർന്നുപോയ കുടുംബങ്ങളെ, മരണങ്ങൾ സംഭവിച്ച കുടുംബങ്ങളെ, ദുഃഖത്തിൽ ആണ്ടുപോയ കുടുംബങ്ങളെ, ഡിപ്രഷൻ ബാധിച്ച വ്യക്തികളെ, ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ആശയമില്ലാത്തവരെ, ആത്മവിശ്വാസമില്ലാത്തവരെ, ആത്മധൈര്യത്തിന്റെ അഭിഷേകം അവരിലേക്ക് ആവഹിക്കപ്പെടട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് ആരാധന. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കാലവർഷത്തിന്റെ കെടുതികളെ അനുഭവിക്കുന്ന കുടുംബങ്ങളെ, കാർഷിക തകർച്ച, തൊഴിൽ തകർച്ച, മത്സ്യബന്ധന തകർച്ച, സാമ്പത്തിക ഭാരങ്ങളാല് നട്ടം തിരിയുന്നവരെ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പുതിയ വെളിച്ചവും പുതിയ വഴികളും ലഭിക്കുവാൻ കർത്താവിന്റെ പ്രകാശം, കർത്താവിന്റെ പ്രസാദം ഈ ഹോളിലെ പ്രാർത്ഥിക്കുന്ന, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും നിറയട്ടെ, എല്ലാവരിലും നിറയട്ടെ. ദൈവപ്രസാദം നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. കർത്താവ് നമ്മളെ വിളിച്ചു വരുത്തിയതാണ്. നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നിന്നെ വിളിച്ചു വരുത്തിയതാണ്. അവിടുത്തെ അമ്മയുടെ ചിറകിലെ സാന്ത്വനത്തിൻ്റെ കരങ്ങളിൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. കൈയടിക്കട്ടെ. ഒരുമിച്ച് എല്ലാവരും എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവിൻ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എല്ലാ തരത്തിലും കൃപാസനം നോക്കിയാൽ, സാക്ഷ്യം നോക്കിയാൽ നിനക്ക് മനസ്സിലാകും. എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ദൈവം അമ്മയുടെ മധ്യസ്ഥലെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ദൈവപിതാവേ നന്ദി. ദൈവപിതാവേ മഹത്വം. ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ.
സമാപനാശീർവാദം. ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മുമ്പിൽ, ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും